ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് ഒരു 4 ഷെയ്ഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് മാസിൻ്റെ 4 ഷെയ്ഡ് ഞാൻ ഒരു ഓഫർ പ്രൈസിൽ എന്തോ എടുത്തതാണ്. ഫസ്റ്റ് വന്നത് മാസ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്, ഇത് 24 ലിപ്സ്റ്റിക് പെൻസിലാണ്. അപ്പോൾ ഇത് 24 ഷെയ്ഡാണ്. ഇത് 22 ആൻഡ് ദിസ് ഇസ് 21. അപ്പോൾ എന്തായാലും ഇത് 23 ആയിരിക്കണമല്ലോ. യെസ്. അപ്പം ഈ 4 ലിപ്സ്റ്റിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ സൗണ്ട് നോക്കണ്ട, എനിക്ക് ചെറുതായിട്ട് കോൾഡ് വന്നതിനെ കൊണ്ട് സൗണ്ടാകെ പോയതാണ്. ഫസ്റ്റ് നമ്മൾ 21 തന്നെ തുടങ്ങാം. ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ആൻഡ് ലിപ് ലൈനറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ട്രൈ ചെയ്താക്കാം. കുഴപ്പമില്ല, നല്ല ഷെയ്ഡ് തന്നെയാണ്. ആൻഡ് ഈ ഒരു പ്രശ്നമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളത് പെട്ടെന്ന് തന്നെ ലിപ്പിൽ നിന്ന് റിമൂവ് ആകുന്നതിനെ കൊണ്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്തായാലും ഇത് ക്യാരി ചെയ്യേണ്ടി വരും. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ എടുത്തത് 22 ആണ്. ആൾറെഡി എൻ്റെ ലിപ്പിലുള്ള ലിപ്സ്റ്റിക്ക് ഞാൻ റിമൂവ് ചെയ്യേണ്ടത്. കുറച്ച് ഇത് വായിക്കുമ്പോൾ വല്ലാണ്ട് പോകണമെന്നില്ല, കുഴപ്പമില്ല. ഇത് ഓൾറെഡി ലിപ്പിലുള്ളതിനെ കൊണ്ട് ഇതറിയാമെന്നറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. ഇത് 22 ആണ്. ആൻഡ് ഇത് കുറച്ചും കൂടെ ഏറ്റവും കൂടുതൽ ഇടുന്ന ഷെയ്ഡ് ഞാൻ ഇതാണ്. എൻ്റെ അടുത്ത് ഈ ഒരു ഷെയ്ഡ് അത്യാവശ്യം ഉണ്ട്. നെക്സ്റ്റ് വന്ന് 22 ആണ്, മാസിൻ്റെ തന്നെയാണ്. ആൻഡ് കുഴപ്പമില്ല, ഇതും ഞാൻ എൻ്റെ അടുത്തുള്ള എല്ലാ ഷെയ്ഡും ഈ ഒരു കളർ റിലേറ്റഡ് ആയിട്ടാണ്. കാരണം ഞാൻ എൻ്റെ സ്കിന്നിന് ഉള്ള രീതിയിൽ ഞാൻ ഇതാണ് എപ്പോഴും പ്രിഫർ ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫർ ആവും, നമ്മൾ ക്യാരി ചെയ്യേണ്ടി വരും, റീഅപ്ലൈ ചെയ്യേണ്ടി വരും, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ പിന്നെ വലിയ ലിപ്സ്റ്റിക് ലവറല്ലൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് ഇടണം എന്നുണ്ടെങ്കിലൊക്കെ ഇത് നിങ്ങൾക്ക് മേടിക്കാം. ആൻഡ് നെക്സ്റ്റ് 23 ആണ്. ഞാനിങ്ങനെ കണ്ടപ്പം മാറ്റാണെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്, പിന്നെ റിട്ടേൺ അയച്ചിട്ടില്ല. എല്ലാം കൂടി ഒരുമിച്ചിട്ട് പണിയപ്പാളോ എന്നൊരു ഡൗട്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല മാസ്കൊക്കെ, ലിപ്പിൽ മാസ്കൊക്കെ ഇട്ട് റിമൂവ് ചെയ്യാം. പോയോ? ഓക്കെ, പോയിട്ടുണ്ട്. ഞാൻ വന്നത് 23 ആണ്. ഇത് കുറച്ചായി എൻ്റെ അടുത്തുള്ളത്, അപ്പം ഞാൻ ഇത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടതാണ്. 23 ആണ്. ഈ ഷെയ്ഡ് ഞാൻ ഇടാറുണ്ട്. ആൻഡ് ഈ ഷെയ്ഡാണ് കൂടുതലായിട്ട് ഇടാറ്. ലിപ്പിൻ്റെ മുകളിൽ നിന്ന് ഇട്ടിട്ട് കളർ മനസ്സിലാവണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് 23 മാസിൻ്റെ തന്നെയാണ്. ഒരു കോംബോ എന്തോ ഉണ്ടായപ്പോൾ സമയത്ത് മേടിച്ചതാണ് തോന്നുന്നു. ഇതാണ് നെക്സ്റ്റ് കളർ. ഇതും സെയിം ആസ് നമ്മൾ ക്യാരി ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ഇത് പോകുന്നുണ്ട്, അപ്പോൾ ക്യാരി എന്തായാലും നമ്മളത് ചെയ്യേണ്ടി വരും. ആൻഡ് നിങ്ങൾക്ക് ഞാൻ അത്ര നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാൽ അതേപോലെ അവിടെ നിൽക്കണം എന്നുള്ളവരൊക്കെ ഇത് ഒരിക്കലും ബൈ ചെയ്യരുത്, കാരണം അത് പെട്ടെന്ന് പോകുന്നുണ്ട്. ആൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ലിപ്പിലിട്ടാൽ മതി, നമ്മൾ റീഅപ്ലൈ ചെയ്യുന്നൊക്കെ ഉള്ളവർ ഗോ ഫോർ ദിസ്. ഓക്കെ, അത് ഞാൻ വൈപ്പ് ഔട്ട് ചെയ്യേണ്ടത്. ഒരു ഷെയ്ഡും കൂടി ഉണ്ട്, 24. ഇത് ഞാൻ പിന്നെ വലിയ ലിപ്സ്റ്റിക് ലവറല്ല, ഞാൻ എപ്പോഴും നോർമൽ ലിപ്പാണ് പ്രിഫർ ചെയ്യുക. എനിക്കങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടാറുമ്പം എന്തെങ്കിലും ഫങ്ഷൻ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നത് ഞാൻ റെയറാണ്. അതും ഇട്ട് കഴിഞ്ഞാൽ അത് പോയിട്ടുണ്ട്, ഞാൻ പിന്നെ റീഅപ്ലൈ ഒന്നും ചെയ്യാറ് കുറവാണ്. എന്നാലും ഇടാം, പക്ഷെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് ക്യാരി ചെയ്യാറൊന്നുമില്ല. ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ മറ്റേ വെൽവെറ്റ് എൻവൈബയുടെ മോസില്ലേ, അത് ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. വേറെ ഒന്നും ഞാൻ ഇതുവരെ ക്യാരി ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം ഓൾറെഡി ഞാനുള്ളതൊക്കെ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ശ്രദ്ധിക്കേണ്ട. ഓക്കെ, 23 ഷെയ്ഡാണ്. ഇത് കുറച്ച് ഡാർക്ക് കളറാണ്. ഇത് ഞാൻ വല്ലാണ്ട് ഇടാറില്ല. ഇത് ഞാൻ ഇടുന്ന വെച്ചാൽ ഏതെങ്കിലും അപ്പർ ലിപ്പിലോ
ലോവർ ലിപ്പിലോ ഇട്ടിട്ട് കുറച്ച് ഷെയ്ഡ് ഇട്ടതിന് ശേഷം ഞാൻ ഇതെനിക്ക് തീരെ എൻ്റെ ലിപ്പിന് ചേരാത്തൊരു കളറാണ്. ഞാനിത് തീരെ പ്രിഫർ ചെയ്യാറില്ല. ഞാൻ ഇടും ഇത്, പക്ഷേ ഇങ്ങനെയല്ല എന്നുള്ള എൻ്റെ ചുണ്ടാക്കി ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ചുണ്ട് ഞാനിതൊന്ന് മാറ്റി ഇങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതെനിക്ക് തീരെ മാച്ചില്ലാത്തൊരു കളറാണ്. ഇത് ഞാൻ ഇടുന്നത് ഇങ്ങനെയല്ല കേട്ടോ. ഈ ലിപ്സ്റ്റിക് ഞാൻ അത്രയും കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാറില്ല. ഞാനിത് ഇങ്ങനെയല്ല ഇടുക. കുറച്ച് ഞാനിത് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യാറ്. ഏതെങ്കിലും അപ്പർ ലിപ്പിലോ ലോവർ ലിപ്പിലോ ഇട്ടതിന് ശേഷം സ്മഡ്ജ് ചെയ്യുക. അതും ഒരു ലെസ്സർ എമൗണ്ട് ഇട്ടിട്ട് അത് സ്മഡ്ജ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അത് കുറച്ച് ലെസ്സർ എമൗണ്ട് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യുക. ഇത് കുറച്ച് കൂടുതലാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ഈ 4 ഷെയ്ഡ് അല്ലാതെ 2-3 ഷെയ്ഡും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പം ഈ 4 ഷെയ്ഡിന് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. ഈ 4 ഷെയ്ഡ് ഓക്കെ, ഒരേ മോഡലാണ്. 21, 22, 23, 24. ഈ 4 ഷെയ്ഡ് കാണുന്നില്ലേ? ഈ 4 ഷെയ്ഡ് ഞാനിവിടെ പിൻ ചെയ്ത് വയ്ക്കാം. വേണം എന്നുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.